ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ സ്ഥാപിക്കാൻ കോഴിക്കോട് കോർപ്പറേഷന് കേന്ദ്ര സർക്കാർ നൽകിയ പണം കോർപ്പറേഷന്റെ പിടിപ്പുകേട് മൂലം നഷ്ടപ്പെടുന്നുവെന്ന് ബി.ജെ.പി. 15ാം ധനകാര്യ കമ്മീഷൻ 24 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ സ്ഥാപിക്കാൻ 11.21 കോടി രൂപയാണ് കോഴിക്കോട് കോർപ്പറേഷന് നൽകിയത്. മാർച്ച് 31-ന് കാലാവധി പൂർത്തിയാകാനിരിക്കെ നിലവിൽ 13 കേന്ദ്രങ്ങൾ മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ് കോർപ്പറേഷനിലെ 13ാമത്തെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ചേവരമ്പലത്ത് ഉദ്ഘാടനം ചെയ്തത്. പൂർണ്ണമായും കേന്ദ്ര ധനസഹായത്തോടെയാണ് പ്രവർത്തനം. 2022 ഒക്ടോബറിലാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ 24 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ 11.21 കോടി രൂപ അനുവദിച്ചത്. ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള വാക്സിനേഷൻ, പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ നിയന്ത്രണവും ചികിത്സയും തുടങ്ങി പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ ലഭ്യമാകുന്ന സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം. കൂടാതെ ജീവിതശൈലി രോഗങ്ങൾ, മാനസിക പിരിമുറുക്കം, ലഹരി ഉപയോഗം എന്നിവ നിയന്ത്രിക്കാനാവശ്യമായ ബോധവൽക്കരണ ക്ലാസുകൾ, കൗൺസിലിംഗ്, യോഗ പരിശീലനത്തിനുള്ള സൗകര്യം, ഓപ്പൺ ജിം, വയോജനങ്ങൾക്കുള്ള സായാഹ്നോല്ലാസ കേന്ദ്രം എന്നീ നിലയിലും ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. എന്നാൽ 2.5 കൊല്ലത്തിനിപ്പുറം 13 കേന്ദ്രങ്ങൾ മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷന് തുറന്നു പ്രവർത്തിപ്പിക്കാനായത്. 2022 പണം കോഴിക്കോട് കോർപ്പറേഷൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടും 3 വർഷം കൊണ്ട് 24 ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾക്ക് കണ്ടെത്തുവാനും അത് ഓപ്പൺ ചെയ്യാനും സാധിക്കാത്തത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ പൂർണ്ണ പരാജയമാണെന്നാണ് ബി.ജെ.പിക്ക് പറയാനുള്ളത്. നമുക്ക് ഏതെങ്കിലും വാർഡിൽ സ്വന്തമായി കെട്ടിടമില്ലെങ്കിൽ അത് വാടകയ്ക്ക് എടുക്കാനും ആ വാടക ഈ പണത്തിൽ നിന്ന് നമുക്ക് നൽകാനും സാധിക്കും. അതിനുള്ള വ്യവസ്ഥയുണ്ട്. പലപ്പോഴും കേന്ദ്രത്തിന് കുറ്റം പറയുന്ന ഈ കോർപ്പറേഷൻ അടക്കമുള്ള ആളുകൾ കേന്ദ്രം നൽകുന്ന പണം പൂർണ്ണമായി വിനിയോഗിക്കാത്തത് കൊണ്ടാണ് പല ഫണ്ടുകളും നമുക്ക് നഷ്ടമാവുന്നത്. ലഭ്യമായ കേന്ദ്ര സഹായങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാത്തത് മൂലം പൊതുജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്നും അതിന് കോർപ്പറേഷൻ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ബി.ജെ.പി. ആവശ്യപ്പെട്ടു. ജനം, കോഴിക്കോട്.